പണ്ടൊക്കെ സെലിബ്രിറ്റീസിൻ്റെ ട്രാൻസ്ഫർമേഷൻ കാണുമ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കുമായിരുന്നു ഗ്ലൂട്ടാത്തയോൺ പോലെയുള്ള പല പ്രോഡക്ട്സും അവർ യൂസ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായത്, സർജറി ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായത്. അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ആക്ച്വലി അതുപോലെയൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശരിക്കും ഗ്ലൂട്ടാത്തയോൺ പോലെയുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണോ അവർക്ക് ശരിക്കും ഈ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അതുപോലെയുള്ള പ്രോഡക്ട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലത്തുള്ള റിസൾട്ട് കിട്ടുമോ? അതായത് ഗ്ലൂട്ടാത്തയോൺ ശരിക്കും എടുക്കണമോ വേണ്ടയോ? അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. നെഗറ്റീവ് ആയിട്ടും നമ്മളിത് കേൾക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടും കേൾക്കുന്നുണ്ട്. അതായത് നല്ല ഫെയർ ആയിട്ടുള്ളൊരു സ്കിന്ന് കാണുമ്പോൾ നോർമലി ഇപ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഓക്കെ അവർ ഗ്ലൂട്ടാത്തയോൺ എടുത്തതാണെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ അപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തയോൺ എടുക്കരുത്, കിഡ്നി ഡിസീസ് ഉണ്ടാവും, ഭയങ്കര പ്രശ്നം ഉണ്ടാവും, പിന്നീട് നിങ്ങൾ വൺസ് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കറുത്ത് പോകും, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ആക്ച്വലി ചില സമയത്തൊക്കെ അത് കുറഞ്ഞു വരാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, സൺ എക്സ്പോഷർ കൊണ്ട്, പിന്നെ നമ്മളുടെ ഫുഡിൽ വേണ്ടത്ര ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, പ്രായമാവുന്നത് കൊണ്ട്, ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിന് കളർ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് ഗ്ലൂട്ടാത്തയോൺ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. ഇഞ്ചെക്ട് ചെയ്യൽ മാത്രമല്ല, അത് സപ്ലിമെന്റ് രൂപത്തിൽ നമ്മൾ കഴിക്കാറുണ്ട്, അത് സിറം രൂപത്തിൽ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുമുണ്ട്. ഗ്ലൂട്ടാത്തയോൺ ആക്ച്വലി എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കളറിന് ഡിഫറൻസ് വരും എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐശ്വര്യനെ പോലെ കളർ വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഫെയറസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരാളിനെ പോലെ അത്രയും സ്കിൻ കളർ ചേഞ്ച് ആവും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. ഒരു 5 ഷെയ്ഡ്, ഒരു 10 ഷെയ്ഡ് ഒക്കെ കളറിന് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയല്ല ശരിക്കും. നമ്മളുടെ ഈ ഇയറിൻ്റെ ബാക്ക്, ഈ ഒരു സൈഡിൽ നമ്മൾ സൺ എക്സ്പോഷർ ഒക്കെ കുറവായതുകൊണ്ടും ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേഷ്യൽ സ്കിൻ ടോൺ അപേക്ഷിച്ച് ഈ ഒരു ഭാഗത്തുണ്ടാവും. അപ്പോൾ ആ ഒരു സ്കിൻ ടോണിലേക്കാണ് ശരിക്കും ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ കംപ്ലീറ്റ് ബോഡി ആവാൻ പോവുക. അതായത് ഫേസ് കുറച്ചും കൂടെ ഫെയർ ആവും, ബോഡി കംപ്ലീറ്റ് കുറച്ചും കൂടെ ഫെയർ ആവും. പക്ഷെ ആ ഫെയർനെസ് നമ്മളുടെ ബോഡിയിൽ തന്നെയുള്ള ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന കളറിൻ്റെ അത്രയും ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും ആയിരിക്കില്ല. നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ആക്ച്വലി മെലനിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന്. 2 തരത്തിലുള്ള മെലനിൻ ശരിക്കും നമ്മുടെ ബോഡിയിലുണ്ട്. ഒന്ന് യു മെലനിനും ഒന്ന് ഫ്യൂ മെലനിനും. യു മെലനിൻ എന്ന് പറയുന്നത് ആക്ച്വലി ബ്രൗണിഷ് ബ്ലാക്ക് കളറും ഫ്യൂ മെലനിൻ എന്ന് പറയുന്നത് റെഡിഷ് യെല്ലോ കളറുമാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നത് വഴി യു മെലനിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് കുറച്ചിട്ട് അത് ഫ്യൂ മെലനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അപ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ചും കൂടെ ഫെയറർ ആയിട്ട്, ഹെൽത്തിയർ ആയിട്ട്, കുറച്ചും കൂടെ യെല്ലോയും റെഡ് പിഗ്മെൻറ്റും ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ കാണപ്പെടാം. ഇനി ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നത് വഴി ഉണ്ടാകുന്ന ഈ ചേഞ്ച് ശരിക്കും പെർമനൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനൻ്റ് അല്ല. ബിക്കോസ് നമ്മൾ വൺസ് ഗ്ലൂട്ടാത്തയോൺ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂ മെലനിൻ്റെ പ്രൊഡക്ഷൻ ശരിക്കും കുറയാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറിലേക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലേക്കോ പോകും എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഫ്യൂ മെലനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് വഴി നമ്മൾ കുറച്ചും കൂടെ ഒരു ഒറിജിനൽ സ്കിൻ കളറിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ടിന് എത്ര നാൾ എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ IV ആണ്, ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ആക്ച്വലി ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ബോഡി ടു ബോഡിയാണ്. ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറാം. എന്നാലും കുറച്ചും കൂടെ സ്പീഡായിട്ട് നടക്കുന്നത് IV എടുക്കുമ്പോഴാണ്, ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണ്. ഭയങ്കര ചെറിയ പൈസയ്ക്ക് ആക്ച്വലി ഈ ഇഞ്ചക്ഷൻ്റെ കിറ്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട്, അല്ലെങ്കിൽ പുറത്ത് രാജ്യത്തൊക്കെ പോകുന്നവർ അവിടെ നിന്ന് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി കിഡ്നിക്ക് ഡാമേജ് വരെ ഉണ്ടാകാം, അത് സത്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഡോസേജ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും സ്വയം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. ഓറലി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എഫവേഴ്സൻറ്റ് ടാബ്ലറ്റിൻ്റെ രൂപത്തിൽ കിട്ടും, അല്ലെങ്കിൽ നോർമൽ ക്യാപ്സൂളിൻ്റെ രൂപത്തിൽ കിട്ടും, നോർമൽ ടാബ്ലറ്റിൻ്റെ രൂപത്തിൽ കിട്ടും, അങ്ങനെ പല രീതിയിൽ കിട്ടും. നമ്മുടെ ബ്ലഡിലേക്ക് അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടുള്ള എത്ര ടൈം എടുക്കുമോ അത്രയും സമയം ആക്ച്വലി നമുക്ക് ഈ ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ കണ്ടുവരാനും എടുക്കും.
അതായത് നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെന്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചേഞ്ച് ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരു 3 മുതൽ 6 മാസം വരെ ആക്ച്വലി സമയമെടുക്കും ചെറിയ രീതിയിലെങ്കിലും ഒരു ചേഞ്ച് കണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ പറയാനുള്ള കാര്യം, ഗ്ലൂട്ടാത്തിയോൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് അത് കഴിച്ചു കഴിഞ്ഞാലും ആക്ച്വലി ഒരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് സ്പിനാച്ച്, നമ്മുടെ ചീര എന്ന് പറയപ്പെടുന്നത്, പിന്നെ മിൽക്ക്, യോഗട്ട്, ആനിമൽസിൻ്റെ ഒക്കെ ലിവർ, അതിലൊക്കെ ആക്ച്വലി ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിട്ടുണ്ട്. സ്ട്രോബെറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഗ്ലൂട്ടാത്തിയോണിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഈ വൈറ്റമിൻ സിയുടെ അബ്സോർപ്ഷൻ കൂട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ അബ്സോർപ്ഷൻ കൂട്ടുമ്പോൾ ഓൾറെഡി സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവും. ആ വഴിയും ആക്ച്വലി ഗ്ലൂട്ടാത്തിയോണും വൈറ്റമിൻ സിയും പരസ്പരം ആക്ച്വലി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഓൾസോ വൈറ്റമിൻ ഇയുടെ മെറ്റബോളിസം കൂട്ടാനും ഗ്ലൂട്ടാത്തിയോൺ ഹെൽപ്പ് ചെയ്യും. അതായത് ബോഡിക്ക് എപ്പോഴും ബെനിഫിഷ്യൽ ആയ ഒരു കാര്യം തന്നെയാണ് ഗ്ലൂട്ടാത്തിയോൺ, അല്ലാതെ ബോഡിക്ക് ദോഷം ചെയ്യുന്ന ഒന്നല്ല. പക്ഷെ നമ്മൾ സപ്ലിമെൻ്റ് എന്ന രീതിയിൽ എക്സ്ട്രാ പുറത്തുനിന്ന് അത് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ എങ്ങനെയുള്ള ഗ്ലൂട്ടാത്തിയോൺ ആണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇനി വേറൊരു കാര്യമുള്ളത് ഗ്ലൂട്ടാത്തിയോൺ സിറംസ് ആണ്. ഗ്ലൂട്ടാത്തിയോൺ സിറംസിനെ പറ്റിയും ഞാൻ ആക്ച്വലി മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ആക്ച്വലി ഒരു പരിധിവരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഫേസിൻ്റെ ടോപ്പിക്കലി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും. പക്ഷെ അതിനും നല്ല സമയമെടുക്കും. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ 3 to 6 months എന്തായാലും എടുക്കും അതിനകത്തൊരു വിസിബിൾ റിസൾട്ട് കാണാൻ. ആ റിസൾട്ട് ആക്ച്വലി ഭയങ്കര വലിയ രീതിയിലുള്ള ഷെയ്ഡ് ഡിഫറൻസ് ഒന്നും അല്ല നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളുടെ ഈ പറഞ്ഞ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനും മുഖം കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കാനും ഈവൻ ആക്കാനും ഒക്കെയാണ് അത് ഹെൽപ്പ് ചെയ്യുക. ശരിക്കും സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഈ ഒരു ചേഞ്ചിന് പിന്നിൽ ഇങ്ങനെയൊരു ഗ്ലൂട്ടാത്തിയോൺ എഫക്റ്റ് ആണോ? ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതാണ് കാരണം എന്ന് വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ബോഡിയിൽ ചേഞ്ച് വന്നത് ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി ഇപ്പം വിശ്വാസമാണ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി വന്നിട്ട് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു സർജറി ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ബിക്കോസ് കുറേ പേരൊക്കെ അത് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഓവറോൾ നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂടുമ്പോൾ, അതായത് നമ്മൾ സൺ എക്സ്പോഷർ കുറയുമ്പോൾ, നമ്മൾ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആയ ഒരു എൻവയോൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ, നമ്മളുടെ കൂളിംഗ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ ഒക്കെ ആക്ച്വലി നമ്മളുടെ സ്കിന്നിന് ചേഞ്ചസ് വരാം. അതൊക്കെ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മളുടെ ഗ്രൂമിങ്ങിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടും നമ്മളുടെ റേഡിയേറ്റ് ചെയ്യുന്ന റൈറ്റ് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബ്രൈറ്റൻ ആയിട്ട് കാണപ്പെടാം. നമ്മളുടെ മേക്കപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് നമുക്ക് സ്യൂട്ടബിൾ ആയ ഒരു കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ കുറച്ചും കൂടെ ബ്രൈറ്റൻ അപ്പ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഗ്രൂമിങ്ങിൻ്റെ ഹെയറിൻ്റെ കാര്യത്തിൽ, ഐബ്രോസിൻ്റെ കാര്യത്തിൽ, മേക്കപ്പിൻ്റെ കാര്യത്തിൽ, ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഒക്കെ ഈ ഒരു ഇമ്പോർട്ടൻസ് അതിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവരാണെങ്കിൽ ആക്ച്വലി കളർ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ തന്നെ അതിന് വേണ്ടിയിട്ടുണ്ട്. പേഴ്സണൽ കളർ അനാലിസിസ്, ഓരോരുത്തർക്കും ചേരുന്ന ഓരോ കളർ പാലറ്റ് ഏതാണ് എന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് മേക്കപ്പ് ചെയ്യുക, അങ്ങനെയൊരു തിയറി തന്നെ ആക്ച്വലി ഉണ്ട്. അത് വർക്ക് ചെയ്തിട്ടാണ് കൂടുതൽ സെലിബ്രിറ്റീസും ഇത്ര ഭംഗിയിൽ എല്ലായിടത്തും പ്രസൻറ്റബിൾ ആവുന്നത്. ഇതൊക്കെ ആണെങ്കിലും ഇനി ഗ്ലൂട്ടാത്തിയോൺ എടുത്തേ പറ്റുള്ളൂ, എടുക്കണമെന്നാണ് ആഗ്രഹം, അങ്ങനെയുള്ളവരാണെങ്കിൽ എത്രയാവും അതിൻ്റെ മിനിമം ഒരു കോസ്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6,000 to 12,000 വരെയെങ്കിലും ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് ആവും. ഇതിൻ്റെ പ്രൈസ് വേരിയേഷൻ എന്ന് പറഞ്ഞത് ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂട്ടാത്തിയോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഏത് ക്ലിനിക്കിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും ആശ്രയിച്ചിരിക്കും. ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ട് സ്കിന്നിന് മാത്രമായിട്ടൊരു ചേഞ്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ, അത് മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്ലൂട്ടാത്തിയോൺ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷനൊക്കെ പറഞ്ഞത്. ഇനി അതല്ല, ഗ്ലൂട്ടാത്തിയോൺ എടുക്കാതെ തന്നെ എനിക്ക് കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടത്, എനിക്കൊരു എൻഹാൻസ്മെൻ്റ് ആണ് വേണ്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം, ഗ്രൂമിങ്ങിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാം, ഹെയറും മേക്കപ്പും അതിലൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു പൊടിക്ക് മൊത്തത്തിൽ ലൈഫ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഈ രണ്ടിൽ ഏത് ചോയ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.